Hence, last day we have ended our session with the pricing strategies. We have discussed these much pricing strategies. For now, we can move to the next one, that is sealed bid pricing. Sealed bid pricing നമുക്ക് കോൺട്രാക്ട് പ്രൈസിംഗ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഒരു സ്പെഷ്യൽ ജോബ് വർക്കിൻ്റെ കേസിൽ വരുന്ന പ്രൈസിംഗ് ആണ് നമുക്ക് സീൽഡ് ബിഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ കേൾക്കാറുണ്ട്, ഗവൺമെൻറ് കോൺട്രാക്ട്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ടെൻഡേഴ്സാണ് വിളിക്കുന്നത്. പല പല ടെൻഡേഴ്സ് വിളിക്കും. അതിനകത്ത് ഏറ്റവും ചീപ്പ് ടെൻഡർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ടെൻഡർ വിത്ത് ചീപ്പ് പ്രൈസിലുള്ള ടെൻഡേഴ്സ് എടുക്കും. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സീൽഡ് ബിഡ് പ്രൈസിങ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ബിഡ് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ ടെൻഡേഴ്സും എടുത്തിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഈ ടെൻഡർ, അതിനെ സീൽഡ് ബിഡ് എന്ന് പറഞ്ഞാൽ അതിന് വെച്ച് നമ്മൾ എടുക്കും. സോ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് പ്രൈസ്. The expenditure anticipated is worked out in detail and the competitor offer a price. ഇതാണ് sealed bid pricing. The minimum price quoted is accepted and the work is awarded to that party. minimum ആരാണ് ടെൻഡർ കൊടുക്കുന്നത്, അവരുടെ ആയിരിക്കും പ്രൈസ് എടുക്കുന്നത്. പക്ഷേ സീൽഡ് ബിഡും ഉണ്ടാവും, അതിനകത്ത് ഓപ്പൺ ബിഡ്സും ഉണ്ടാവും. ബട്ട് ദ ചീപ്പസ്റ്റ് വിൽ ബി ടേക്കൺ ആസ് ദി മെയിൻ വൺ ആൻഡ് ഫോർ വിത്ത് ദ വർക്ക് വിൽ ബി allotted. For that party, the work will be allotted. This is the sealed bid pricing. Next one is oligopolistic pricing. Oligopoly എന്ന് പറഞ്ഞ് കേട്ടില്ലേ, because it is കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ. നമുക്ക് ഫ്യൂ ലാർജർ സെല്ലേഴ്സ് ഉള്ളൊരു മാർക്കറ്റിനെയാണ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ മോണോപ്പൊലി പ്രൈസിങ് പറഞ്ഞു. ഒറ്റ സെല്ലറേ ഉള്ളെങ്കിൽ നമുക്കിഷ്ടമുള്ള പ്രൈസ് അവരുടെ പോളിസിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഒലിഗോപ്പൊളിയിൽ അങ്ങനെ നടക്കില്ല, ബിക്കോസ് ദർ വിൽ ബി ഫ്യൂ ലാർജർ സെല്ലേഴ്സ്. സോ ബേസ്ഡ് ഓൺ ദെയർ എനി ഫേമിന് ഫിക്സ് ചെയ്യണം ഒരു പ്രൈസ് എങ്കിൽ അതർ ഫേംസ് എത്ര പ്രൈസിലാണ് ഫോളോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൈസിങ് വരുന്നത്. ദിസ് ഈസ് കോൾഡ് ദി ഒലിഗോപൊളിസ്റ്റിക് പ്രൈസിങ്. അപ്പോൾ എപ്പോഴും ബാക്കി ഫേംസിൻ്റെയും കൂടെ കാര്യങ്ങൾ നോക്കി വേണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരിക ഇൻ എ ഒലിഗോപൊളിസ്റ്റിക് മാർക്കറ്റ്. നെക്സ്റ്റ് വൺ ഇസ് സിംബോളിക് പ്രൈസിങ്. That is, an artificial high price is fixed to impart a prestige or a quality image. That is, there are people who believe that if the medicine doesn't cost high, the quality is low and does not cure the disease. ഒരു സിംബോളിക് പ്രൈസിങ് നമ്മളുടെ ഒരു വിശ്വാസമാണ്. പ്രൈസ് കൂടുതലുള്ള സാധനം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസ്റ്റീജ് തരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് പ്രൈസ് കുറവാണെങ്കിൽ നമുക്ക് സംശയമാണ് അത് നല്ലതല്ലേന്ന്. ഫോർ എക്സാമ്പിൾ മെഡിസിനിൽ തന്നെ, മെഡിസിൻ ഭയങ്കര ചീപ്പ് മെഡിസിൻ ആണെങ്കിൽ ഇതെന്താ ഇത് കഴിച്ചാൽ മരുന്ന് അസുഖം മാറുമോ എന്നൊരു ഡൗട്ട് വരും. സോ സിംബോളിക്കലി ഇറ്റ് ഈസ് ഷോൺ ദാറ്റ് ഹയർ പ്രൈസ് മീൻസ് ഹൈ പ്രസ്റ്റീജ് ആൻഡ് ഹൈ ക്വാളിറ്റി. ദിസ് ഈസ് കോൾഡ് സിംബോളിക് പ്രൈസിങ്. അപ്പോൾ ആ സിംബലൈസ് ചെയ്തിട്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ സാധനത്തിന് ലോ പ്രൈസ്, ക്വാളിറ്റി കൂടിയ സാധനത്തിന് ഹൈ പ്രൈസ്, പ്രസ്റ്റീജ് കൂടിയ സാധനത്തിന് ഹൈ പ്രൈസ്, അങ്ങനെ ഫിക്സ് ചെയ്യുന്നു. Next one is promotional pricing. That is, it takes into consideration the fact that price is an important ingredient in the marketing mix. പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്തെടുക്കുന്നതിനാണ് പ്രൊമോഷണൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾവേസ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് ഫിക്സ് ടു ഇൻക്രീസ് ദ സെയിൽസ് ഓഫ് വോളിയം. സെയിൽസ് ഓഫ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടി മാത്രം ഫിക്സ് ചെയ്യുന്ന ഒന്നാണ് സെല്ലിംഗ് പ്രൈസ് എന്ന കൺസെപ്റ്റ് വരുന്നതാണ് പ്രൊമോഷണൽ pricing. Next one is what is pricing. What is pricing? That is, under this pricing the customers are offered discount. This is also promotional pricing. The price may be expressed as was 100 and is 89. എന്നുവെച്ചാൽ വാസ് ഇസ് എന്നുള്ള കൺസെപ്റ്റിൽ എഴുതും. പണ്ട് ഇത്ര രൂപയായിരുന്നു, ഇപ്പോൾ ഇത്ര രൂപ ഡിസ്കൗണ്ടിൽ ഇതാ നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 100 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു, 20% ഡിസ്കൗണ്ടിലാണ് 80 രൂപയ്ക്ക് എന്ന് പറഞ്ഞ് 100 വെട്ടിയിട്ട് 80 എന്ന് എഴുതിയിരിക്കും നമ്മൾ കാണാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ഈസ് പ്രൈസിങ്. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി കൈൻഡ് ഓഫ് പ്രൊമോഷണൽ പ്രൈസിങ്. നമ്മൾ സെയിൽസ് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ലേ ഇങ്ങനെ 100 എന്ന് എഴുതി വെട്ടി 80 ആക്കുന്നത്. ചിലപ്പോൾ അതിന് 80 വില ഉണ്ടാവുള്ളൂ. ബട്ട് വി വിൽ ബി ഷോയിങ് എസ് വാസ് ഈസ് പ്രൈസിങ് ടു ഇൻക്രീസ് ദ വോളിയം ഓഫ് സെയിൽസ്. Next one is going rate pricing. That is demand oriented pricing method. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ പ്രസൻറ്റ് പ്രൈസ് എത്രയാണ് എന്നത് ബേസ് ചെയ്ത് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനാണ് ഗോയിങ് റേറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു വേരിയേഷൻ ഇല്ലാതെ പ്രസൻറ്റ് പ്രൈസിൽ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഹോമോജീനസ് പ്രൊഡക്റ്റിൻ്റെ
പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ് നടക്കുന്നത്. ഇഫ് ദ പ്രൈസ് ഫിക്സ്ഡ് ഇസ് മോർ ദാൻ ദ ഗോയിങ് റേറ്റ് ഇറ്റ് വിൽ ലീഡ് ടു ക്വിറ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സ്. ഗോയിങ് റേറ്റിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. ദേ വിൽ മൂവ് വിത്ത് ദി ഗോയിങ് റേറ്റ് പ്രൊഡക്ട്സ്. നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ദർ ഇസ് നോ നീഡ് ടു ചാർജ് ലെസ്. പക്ഷെ ഒരിക്കലും ചാർജ് കുറച്ച് വിൽക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എൻ്റെ ബാക്കി എല്ലാ ഫേംസും വിൽക്കുന്നത് ഗോയിങ് റേറ്റിലാണ്. സോ വി ക്യാൻ ഓൾസോ സെലക്ട് ഗോയിങ് റേറ്റ് ബട്ട് നോട്ട് ഹയർ ദാൻ ദ ഗോയിങ് റേറ്റ്. The next one is perceived value pricing. That is, under this method, the buyer's perception value will be considered as a key to pricing. അവരുടെ പെർസെപ്ഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരിക്കലും നോക്കുന്നില്ല. റിലേറ്റീവ് പെർസീവ്ഡ് വാല്യൂ എങ്ങനെയാണ്, ആ പ്രൊഡക്റ്റിനോടുള്ള പെർസെപ്ഷൻ എങ്ങനെയാണ്, ഇതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. നോട്ട് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. നെക്സ്റ്റ് വൺ ഇസ് വേരിയബിൾ പ്രൈസിങ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും സിമിലർ പ്രൊഡക്റ്റിന് സിമിലർ ബയേഴ്സിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പല ബയേഴ്സിന് പല റേറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനെയാണ് വേരിയബിൾ പ്രൈസിങ് എന്ന് പറയുന്നത്. നോൺ വേരിയബിൾ പ്രൈസ് മീൻസ് വൺ പ്രൈസ് പോളിസി. എല്ലാ പ്രൊഡക്റ്റിനും എല്ലാവർക്കും ഒരേ പ്രൈസിൽ കൊടുക്കും. ദാറ്റ് ഈസ് നോൺ വേരിയബിൾ പ്രൈസിങ്. ഇപ്പം നമ്മൾക്ക് റേഷൻ കടയിൽ വേരിയബിൾ പ്രൈസിങ് ആണ്. ക്രീമി ലെയറിലുള്ളവർക്ക് OBCയിൽ തന്നെ ഗ്രീൻ പല രീതിയിലുള്ള കാർഡില്ലേ, യെല്ലോ കാർഡുണ്ട്, വൈറ്റ് കാർഡുണ്ട്, പിങ്ക് കാർഡുണ്ട്, ബ്ലൂ കാർഡുണ്ട്. അപ്പോൾ ഓരോ കാർഡിനും ഓരോ രീതിയിലാണ് അവർ പ്രൈസ് കൊടുക്കുന്നത്. ഇപ്പോൾ അരി വാങ്ങണമെങ്കിൽ പലവർക്കും പല രീതിയിലുള്ള റേറ്റാണ്. ദിസ് ഇസ് വേരിയബിൾ പ്രൈസിങ്. ബട്ട് ഒരു നോർമൽ ഗ്രോസറി ഷോപ്പിൽ ഇങ്ങനെ കാർഡൊന്നും വെച്ചിട്ടല്ലല്ലോ. ദേ വിൽ ബി ഗിവിങ് എ നോൺ വേരിയബിൾ പ്രൈസിങ്. എവറി പ്രൊഡക്റ്റ് വിൽ ബി ഗിവൺ അറ്റ് ഈക്വൽ പ്രൈസസ് ഓൺലി ബേസ്ഡ് ഓൺ സം കസ്റ്റമറിനോടുള്ള താല്പര്യം കാരണം ചിലപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് വിൽക്കുന്നേ ഉള്ളൂ. ബട്ട് നോർമലി ദേ ആർ ഫോളോയിങ് നോൺ വേരിയബിൾ പ്രൈസിങ്. നെക്സ്റ്റ് വൺ ഇസ് സിംഗിൾ പ്രൈസ് പോളിസി. That is, under this method, all the buyers, irrespective of their class, size or condition of purchase, are charged similar purchasing price under similar conditions of sale. എല്ലാ ഒരേ കണ്ടീഷൻസ് ഓഫ് സെയിലിൽ ഒരേ പ്രൈസിൽ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെയാണ് നമ്മൾ സിംഗിൾ പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. സോ വി ഹാവ് ഡിസ്കസ് സീൽഡ് ബിഡ് പ്രൈസിംഗ്, ഒലിഗോപൊളിസ്റ്റിക്, സിംബോളിക്, പ്രൊമോഷണൽ, വാട്ട് ഈസ് ഗോയിങ് റേറ്റ്, പെർസീവ്ഡ് വാല്യൂ, വേരിയബിൾ, നോൺ വേരിയബിൾ ആൻഡ് സിംഗിൾ പ്രൈസ് policy. So altogether we have discussed some of the pricing strategies. That is 22 pricing strategies were discussed, of which I have given an assignment also. Hope that you have submitted it. Next we can move to the steps in formulating pricing or the പ്രോസസ് ഓഫ് പ്രൈസിങ്. ഒരു പ്രൈസിങ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക, ഇതെല്ലാം ടൈപ്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ നമ്മളിതെല്ലാം ഫിക്സ് ചെയ്യും എന്നുള്ളതാണ് പ്രോസസ് ഓഫ് പ്രൈസിങ്. ദ ഫസ്റ്റ് വൺ ഇസ് ഐഡൻറ്റിഫൈങ് ദി ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ആദ്യം നമ്മൾ ബെസ്റ്റ് കസ്റ്റമേഴ്സ് ആണ്, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ട്സ് എടുക്കുന്നത്, അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ് ഹാവ് ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ പ്രൊഫൈൽസ് ഹാവ് ടു ബി പ്രിപ്പയർ. അവരുടെ പ്രൊഫൈൽ, അവരെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ എടുക്കണം. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ ഇസ് എസ്റ്റിമേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റിന് നോർമലി ഡിമാൻഡ് ഉണ്ടോ, നമ്മളുടെ എക്സ്റ്റാബ്ലിഷ് പ്രൊഡക്റ്റ് പുതിയതാണെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഡിമാൻഡുള്ളോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇപ്പോഴും അതിനാണോ ഡിമാൻഡ്, അതോ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിനെ ഔട്ട്കം ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് ദ ടു മേജർ വേരിയബിൾസ് ഫോർ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആർ ദ പ്രൈസ് ആൻഡ് ദ സെയിൽസ് വോളിയം. പ്രൈസ് എങ്ങനെ, അതേപോലെ പ്രൈസ് ഫേവറബിൾ ആണോ, അതേപോലെ സെയിൽസ് വോളിയം എങ്ങനെയുണ്ട്, ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രൈസ് ആകുമ്പോൾ എന്ത് സെയിൽസ് വോളിയം വെച്ചിട്ടാണ് എന്നത് കണ്ടുപിടിക്കുക. പ്രൈസും ഡിമാൻഡും എപ്പോഴും ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഒരു ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ. സോ ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വി ക്യാൻ ഫിക്സ് ദ പ്രൈസ് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ബേസ് ചെയ്തിട്ടേ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുക. ഒരു കുറച്ച് പ്രൊഡക്റ്റിനെ ആ മാർക്കറ്റിലേക്ക്, ആ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് നോക്കുക. എന്നിട്ട് അവർ ഫേവറബിൾ ആണോ ഈ പ്രൈസിൽ നിന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ ഹോൾ പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടി വരുള്ളൂ. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് ദ എസ്റ്റിമേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്. തേർഡ് വൺ ഇസ് എസ്റ്റിമേറ്റിംഗ് ദ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ ഉണ്ടോ, നമ്മുടെ മാർക്കറ്റിൽ ഒരു പൊസിഷൻ ഉണ്ടോ നമ്മുടെ പ്രൊഡക്റ്റിനെന്ന് നമ്മൾ അറിയണം. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് മാർക്കറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എ കമ്പനി ഇൻ ദ കൺസേർഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ്സ്.
നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക് നമ്മുടെ പോലെ തന്നെ പ്രൊഡക്റ്റുള്ള കുറേ കമ്പനികളുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് അവിടെ എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇപ്പോൾ ഒരു സോപ്പ് കമ്പനിയാണെങ്കിൽ നമ്മുടെ ഡവ് ആണ്. സോ പിയേഴ്സ് വിൽ ബി ദെയർ, ദെൻ ക്യൂട്ടി വിൽ ബി ദെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോപ്പ് കമ്പനീസ് ആർ ദെയർ. ഓഫ് വിച്ച് വാട്ട് ഇസ് അവർ ഷെയർ, ഡവിൻ്റെ മാർക്കറ്റ് ഷെയർ എത്രയാണ് എന്ന് നോക്കാനുള്ള, അല്ലെങ്കിൽ അത് എസ്റ്റിമേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് എ തേർഡ് പ്രോസസ്സ്. ലോ പ്രൈസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്കായിരിക്കും ലാർജ് മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഹൈ പ്രൈസ് പ്രൊഡക്റ്റിന് ചെറിയ മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രൈസിങ് ഡിസിഷൻ മാറും. സോ വി വോണ്ട് ടു എസ്റ്റിമേറ്റ് ദ മാർക്കറ്റ് ഷെയർ. ഓൺ ദ ഫോർത്ത് സ്റ്റെപ്പ് വി വോണ്ട് ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ്. പ്രൈസിങ് മോസ്റ്റ്ലി കോസ്റ്റിനെ ബേസ് ചെയ്ത്, വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ദി ടോട്ടൽ or the total expense we made on the production of the product, it should be the basis for the fixing the prices. എപ്പോഴും നമ്മളൊരു പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യണം. നമ്മളുടെ കോസ്റ്റിനേക്കാളും അപ്പോൾ കൂടുതലായിരിക്കണം നമ്മൾ ആ പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൈസ്. സോ ഓൾവേസ് വി വോണ്ട് ടു നോ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Next, fifth one is selection of the pricing strategy. Seeing all these, we can decide what kind of strategy is to be taken. സ്ട്രാറ്റജി നമ്മൾ പലത് പറഞ്ഞു, അതിൽ ഏത് സ്ട്രാറ്റജി ആയിട്ട് എടുക്കണം എന്ന് വേണം ഡിസൈഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ന്യൂ പ്രൊഡക്റ്റാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജി കൊടുക്കാം. എന്ന് വെച്ചാൽ ഒന്നുകിൽ പെനട്രേഷൻ സ്ട്രാറ്റജി കൊടുക്കാം, ഓർ സ്കിമ്മിങ് സ്ട്രാറ്റജി കൊടുക്കാം. പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ലോ പ്രൈസ് കൊടുത്തിട്ട് മാർക്കറ്റിൽ കയറാം, അപ്പോൾ ഒരു ലാർജ് മാർക്കറ്റ് ഷെയർ കിട്ടും. അതല്ലെങ്കിൽ സ്കിപ്പിംഗ്, ഹൈ പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ കയറുക. അങ്ങനെ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് അല്ല, നമുക്ക് ലാർജ് ഷെയർ കിട്ടത്തില്ല, സ്മോൾ ഷെയറേ കിട്ടുള്ളൂ മാർക്കറ്റിൽ. പക്ഷേ അതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ചില പ്രൊഡക്റ്റിന് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ ആപ്പിളിനൊന്നും ലോ പ്രൈസിൽ കൊടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർ ഹൈ പ്രൈസിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ദേ ഗോട്ട് ദ ഷെയർ ബിക്കോസ് ദേ ഗോൺ ടു ദ പ്രസ്റ്റീജ് ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ മാറി. പക്ഷേ ഒരു പ്രൊഡക്റ്റ് ന്യൂ ആണെങ്കിൽ, ഇതുവരെ വേറെ ആരുമില്ല, കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്കിമ്മിങ് സ്ട്രാറ്റജി ഉറപ്പായിട്ട് യൂസ് ചെയ്യാം. ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കിമ്മിങ് സ്ട്രാറ്റജി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ ഇസ് മെഷറിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് പ്രൈസ് സെൻസിറ്റിവിറ്റി. That is, in order to measure this extent of price sensitivity, the price elasticity of demand of the product is to be assessed. നമ്മൾ സെൻസിറ്റിവിറ്റി അറിയണമെങ്കിൽ ആദ്യം ഇലാസ്റ്റിസിറ്റി അറിയണം. Only then we can identify what kind of pricing should be done. Next, studying the price of competitive products. നമ്മളെ പോലത്തെ തന്നെ വേറെ പ്രൊഡക്റ്റും മാർക്കറ്റിലുണ്ടെങ്കിൽ അവരുടെ പ്രൈസ് നമ്മൾ നോക്കിയാലേ നമ്മുടെ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പ്രൈസിന് ചേർന്ന് നിൽക്കുന്ന പ്രൈസേ നമുക്ക് പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവരെക്കാളും കൂടുതൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം. ദാറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിപ്പിക്കാനും പറ്റണം നമ്മൾ അവരെക്കാളും ക്വാളിഫൈഡ് ആണെന്ന്. ഓൺലി ദെൻ വി വിൽ ഗെറ്റ് ദ മാർക്കറ്റ് ഷെയർ. ദാറ്റ് ഈസ് വി ഷുഡ് ഓൾസോ സ്റ്റഡി ദി prices of the competitive products. Next, we want to study the environment factors and forces. എന്തൊക്കെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ആണ് നടക്കുന്നത്, എന്തെല്ലാം പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ടോ, പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ടോ, അതുപോലെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് എന്താണ് നടക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എങ്ങനെയാണ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യും നമ്മുടെ പ്രൈസിങ്ങിന്. ആൻഡ് ലാസ്റ്റ് one is selecting a pricing method and the final price. We want to select which type of pricing method is used, that we have discussed. അത് ഒരു cost plus pricing ആണോ, going rate ആണോ, perceived ആണോ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സ്ട്രാറ്റജീസിൽ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ദ ഫൈനൽ പ്രൈസ് ഷുഡ് ബി ഫിക്സ്ഡ്. അപ്പോൾ ഫൈനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അത് പിന്നെയും പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് ഗെയിൻ, റിസ്ക്, അതിൻ്റെ ഷെയറിങ് നോക്കണം, കമ്പനിയുടെ പ്രൈസിങ് പോളിസിക്ക് മാച്ച് ആയിട്ടാണോ നോക്കണം, ബാക്കി പാർട്ടീസിനെ നമ്മുടെ പ്രൈസ് കൊണ്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നറിയണം, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് ഇമ്പാക്റ്റ് നോക്കണം. ദീസ് ഓൾ ഷുഡ് ബി കൺസിഡർഡ് ഡ്യൂറിങ് സെലക്ടിങ് ദ ഫൈനൽ പ്രൈസ്. So in the process of pricing, we want to first identify the target customer, then estimate the demand of the product, then estimate the market share, then we want to estimate the cost, then select the strategy, measure the price sensitivity, study the competitor products prices, study the environment factors and the forces affecting the pricing decision, and finally select the pricing method and also the final price for the product. Okay, these are the process of pricing. സോ നമ്മൾ പ്രൊഡക്റ്റ് പ്രൈസിംഗ് ആണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പ്രൈസിംഗ് ഓഫ് സർവീസ് എങ്ങനെ വരും, ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പ്രൊഡക്റ്റ്.
In pricing of services, the first one is low price in low demand periods. നമ്മൾ സർവീസസ് നമ്മളറിയാം, ടാഞ്ചിബിൾ അല്ല, തൊട്ടറിയാൻ പറ്റാത്തതാണ്. ആൻഡ് ദേ ആർ പെരിഷബിൾ ടു. സോ കറക്റ്റ് ടൈമിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ വിറ്റില്ലെങ്കിൽ അതിൻ്റെ സെയില് ലോസ്റ്റാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ടൈമിൽ തന്നെ നമ്മൾ കൊടുക്കണം. അതിന് ശേഷം കൊടുത്തിട്ട് അതിന് കാര്യമില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് പെരിഷബിൾ, ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. സോ ലോ പ്രൈസ്, ലോ ഡിമാൻഡ് പീരീഡ്സിൽ നമ്മൾ ലോ പ്രൈസിൽ തന്നെ പ്രൊഡക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ സർവീസ് കൊടുക്കണം. അതർവൈസ് ഇറ്റ് വോണ്ട് ഗെറ്റ് എനി സർവീസ്. ബിക്കോസ് ഒരു ഹോട്ടൽ റൂംസ് റെൻറ്റിന് കൊടുക്കാൻ പറ്റാത്തൊരു സമയമാണെന്ന് വെച്ചോ, എന്നുവെച്ചാൽ സീസൺ ടൈമല്ല, എന്നാൽ അവിടെ ആ ടൈമിൽ ഒരു ആൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോ പ്രൈസിൽ അവിടെ കൊടുക്കും, ഇല്ലേ? ലോ ഡിമാൻഡ് പീരീഡ്സ് ആകുമ്പോൾ നമ്മൾ ലോ പ്രൈസിൽ കൊടുക്കും. ദിസ് ഇസ് ദ ഫസ്റ്റ് കാറ്റഗറി ഇൻ ഫസ്റ്റ് തിങ് ദാറ്റ് വി വോണ്ട് ടു നോട്ട് ഇൻ ദ പ്രൈസിങ് ഓഫ് സർവീസ് ഇൻ കമ്പാരിസൺ ടു ദ പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ്. വെച്ചാൽ അവിടെ നമ്മൾ പിന്നെയും ഹൈ പ്രൈസ് എന്ന് വെച്ചുകൊണ്ടിരുന്നാൽ അവർ ഇൻകം വിൽ ബി ലൂസ്. ദേ വിൽ ലുക്ക് ഫോർ അനദർ പ്ലേസ് വെർ ദേ വിൽ ഗെറ്റ് അറ്റ് ലോവർ പ്രൈസ്. സോ ദാറ്റ് ഈസ് കോൾഡ് ദി ലോ പ്രൈസ് ഇൻ ലോ ഡിമാൻഡ് പീരീഡ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയാം, രാത്രി ടൈം സൺഡേയ്സിലൊക്കെ ഓഫ് കൊടുത്ത് ഫ്രീ ആണ്, അല്ലെങ്കിൽ കൺസെഷൻ റേറ്റിലാണ്. ബിക്കോസ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് രാത്രി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഫോൺസ്. സോ ദേ ഹാവ് ഗിവൺ സം കൈൻഡ് ഓഫ് ഓഫേഴ്സ് ഓൺ ദ ലാസ്റ്റ് നൈറ്റ് സർവീസസ്. സോ we will use the product. Okay, and next one is requirement for advance payment. In order to ensure sales, the seller often wants the buyer to make a firm commitment. നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ചില സർവീസസിന്. ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിന് തന്നെയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് സംശയമാണ്, ഒരു ഗ്യാരണ്ടി ഉണ്ടോ, ഇവർ വന്നില്ലെങ്കിലോ, നമ്മൾ റൂം മാറ്റി വെച്ചിട്ട് അവർ വന്നില്ലെങ്കിലോ, ദർ വിൽ ബി നോ ഗ്യാരണ്ടി. സോ ഓൾവേസ് സർവീസസ് റെക്കമെൻഡ് ഫോർ എ റിക്വയർമെൻറ്റ് ഓഫ് advance payment for those service. Okay, next one is negotiated pricing. Often the price of service will be fixed after negotiation. എപ്പോഴും നെഗോസിയേഷൻ ഉണ്ടാവും, ഒരു കൺസൾട്ടൻസി സർവീസോ എന്തെങ്കിലും ഉണ്ടാവും നമ്മളുടെ ഇടയിൽ, ബയറിൻ്റെ സെല്ലറിൻ്റെ ഇടയിൽ, ടു ഫിക്സ് ദ പ്രൈസ് which will be based on the negotiated price. Next one is bids for high priced service. In case of professional service or highly specialized high service ആണെങ്കിൽ ബിഡിങ് ഈസ് വെരി കോമൺ. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൊട്ടേഷൻസ് എടുക്കും, ഇൻവൈറ്റ് കൊട്ടേഷൻസ്, ഓഫ് വിച്ച് വി വിൽ ഫൈൻഡ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ആൻഡ് ലോ കോസ്റ്റ് ആയിട്ടുള്ള ടെൻഡേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഇസ് ബിഡ്സ് ആണ് നോർമലി ഹൈ പെയ്ഡ് ആയിട്ടുള്ള സർവീസിനെല്ലാം ഉണ്ടാവുക. സോ ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് pricing of service. That is, what is the differences in the pricing of goods, that is products, and the pricing of service. First one, low price, low demand periods, requirement for advance payments, negotiated pricing is required, and also bids are used in high paid services. So these are the major points in the pricing of services. So moving on to the new product pricing strategy. ഒരു ന്യൂ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി എന്തായിരുന്നു? നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് പ്രൈസിങ്ങും സർവീസ് പ്രൈസിങ്ങും രണ്ടായിട്ട് പഠിച്ചു. ഇനി ന്യൂ പ്രൊഡക്റ്റിൻ്റെ സ്ട്രാറ്റജീസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ സ്കിമ്മിങ് അല്ലെങ്കിൽ പെനട്രേഷൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഓൾവേസ് പ്രൈസിങ് ഈസ് ആൻ ആർട്ട്, ഒരു ആർട്ടാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പ്രൈസ് സ്കിമ്മിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ക്രീം പോലെ ഏറ്റവും ഹൈ കോസ്റ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ എ ഫേം ഇൻട്രൊഡ്യൂസ് എ ടോട്ടലി ന്യൂ പ്രൊഡക്റ്റ്, എസ്പെഷ്യലി നോവൽ വൺ, ഇറ്റ് ഫിക്സ് എ വെരി ഹൈ പ്രൈസ് ഫാർ എബോവ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ വളരെ കൂടുതൽ ഒരു കോസ്റ്റിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ഇല്ലെങ്കിൽ ഹോട്ട് കേക്ക് പോലെ ഇത് വിറ്റ് പോവും, നമ്മുടെ പ്രൊഡക്റ്റ് വേഗം വിറ്റ് പോവും. പക്ഷേ അതൊരു കോമ്പറ്റീറ്റർ ഉള്ളതാണെങ്കിൽ സം ഡിഫറൻസ് വിൽ ബി, എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചാൽ സ്കിമ്മിങ്ങിൽ പ്രൊഡക്റ്റ് വളരെയധികം വിറ്റ് പോകത്തുള്ളൂ. ദ ഫേം സ്കിംസ് ദ ക്രീം ഓഫ് ദ മാർക്കറ്റ് ബിഫോർ ദ എൻട്രി ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദി ഫീൽഡ് ആൻഡ് ദ പ്രൊഡക്റ്റ് ബിക്കം പോപ്പുലർ. നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമാണ് ആദ്യമായിട്ട് വന്നതെങ്കിൽ ബാക്കിയുള്ളവരെ പുറന്തള്ളി മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷന് വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, സോ റെപ്പിറ്റേറ്റീവ് പർച്ചേസുകളും
വേറെ ആൾക്കാർ വന്നാൽ നമ്മുടെ റെപ്പിറ്റേറ്റീവ് പർച്ചേസ് പോകും, അല്ലെങ്കിൽ അതുവരെ വി വിൽ ബി റെപ്പിറ്റേറ്റീവ്ലി പർച്ചേസ്ഡ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദിസ് പ്രൈസ് സ്കീമിങ്. ദാറ്റ് ഈസ് ഇൻ ദ മാനർ ദ പ്രൈസ് റെഡ്യൂസ്, പിന്നെ ഭാവിയിൽ ചിലപ്പോൾ പ്രൈസ് നമ്മൾ കുറച്ച് പോകും. സോ പ്രൈസ് സ്കീമിങ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഹൈ പ്രൈസ് ഇൻ ദ ബിഗിനിങ് ടു എക്സ്പ്ലോയിറ്റ് ദ ഫേവറബിൾ ഡിമാൻഡ് സിറ്റുവേഷൻ ഇസ് കോൾഡ് പ്രൈസ് സ്കിമ്മിങ്. ഡിമാൻഡ് ഭയങ്കര കൂടുതലായിട്ട് നിൽക്കും, നമ്മൾ ഹൈ പ്രൈസിൽ ഡിമാൻഡിനെ നമ്മൾ മുതലാക്കാൻ വേണ്ടി ഹൈ പ്രൈസിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാൻ പല കാര്യങ്ങളുണ്ടായിരിക്കാം. ബിക്കോസ് ദ ഡിമാൻഡ് ഈസ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് ബിക്കോസ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇൻഫെമിലിയാരിറ്റി വിത്ത് ദ പ്രൊഡക്റ്റ്. ഡിമാൻഡ് കുറച്ച് നാൾ അങ്ങനെ തന്നെ കൂടി തന്നെ നിൽക്കും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് അറിയത്തില്ല, അവരുടെ കൺസ്യൂമേഴ്സിന് അറിയില്ല. അതുവരെ ആ ഡിമാൻഡ് എന്ത് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിട്ട് നിൽക്കും. ഇറ്റ് വോണ്ട് ചേഞ്ച്. അനദർ കോസ്റ്റ് ഇസ് ഇനീഷ്യൽ അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഈസ് വെരി ഹൈ. അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഭയങ്കര കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ഹൈ പ്രൈസും ഫിക്സ് ചെയ്യേണ്ടി വരും. ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ മുതലാവും പോകും. അപ്പോൾ നമ്മൾ ഹൈ പ്രൈസ് തന്നെ ഫിക്സ് ചെയ്ത് വാങ്ങുക. ഫോർ വിച്ച് വി ക്യാൻ യൂസ് ദ സ്കിമ്മിങ് പോളിസി. ദെൻ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റിനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫേം മോളോപ്പൊളി പവേഴ്സിലായിരിക്കും. അപ്പോൾ എത്ര പ്രൈസ് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കോളും. ദാറ്റ് ഇസ് അനദർ. ആൻഡ് ഓൾസോ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ വിൽ ബി റിക്വയർഡ് ഇൻ ദി ഇനീഷ്യൽ പീരീഡ് ഫോർ വിച്ച് പ്രൈസ് സ്കിമ്മിങ് ഈസ് ഓൾവേസ് എസെൻഷ്യൽ. സോ ദീസ് ആർ ദ വേസ് ഫോർ ദ റീസൺസ് ഫോർ ദി പ്രൈസിങ് പോളിസി ഓഫ് സ്കിമ്മിങ്. സ്കിമ്മിങ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് വൺ ഇസ് ദ പെനിട്രേഷൻ പ്രൈസിങ്. പെനിട്രേഷൻ പ്രൈസിംഗ് എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വളരെയധികമുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ വി ഫിക്സ് എ ലോ പ്രൈസ് ജസ്റ്റ് ഓഫൻ ബിലോ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ദി customers. That is practice of fixing a low price for a new product for capturing the market is called penetration pricing. പെനിട്രേഷൻ പ്രൈസിങ് അതിനാണ് നമുക്ക് ഒരു മാർക്കറ്റിലൊരു എൻട്രി കിട്ടാൻ വേണ്ടി. നമ്മൾ പുതിയ എൻട്രൻ്റ് ആണ്, അപ്പോൾ അതിനകത്ത് കുറേ പേരുണ്ട്, അപ്പോൾ അവരുടെ ഇടയിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടാൻ വേണ്ടി വി ഗിവ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു ദി ന്യൂ എൻട്രൻസ്. ന്യൂ പീപ്പിൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട്സും അതേപോലെ ഓഫേഴ്സും കൊടുക്കും. ദിസ് ഇസ് വാട്ട് ഇസ് കോൾ ദി പെനിട്രേഷൻ പ്രൈസിങ്. ഈ പെനിട്രേഷൻ പ്രൈസിങ്ങിന് കുറേ കാരണങ്ങളുണ്ട്. ബിക്കോസ് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു ഫേം ആണെങ്കിൽ, നമുക്ക് കുറേ പ്രൊഡക്റ്റ് ഒന്നിനെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പെനിട്രേഷൻ പ്രൈസിങ് ബിക്കോസ് ദ കോസ്റ്റ് ഇസ് ലോ. ആൻഡ് അനദർ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഫോർ ദി പ്രൊഡക്റ്റ് ഇസ് ഫെയർലി ലാർജ് ആൻഡ് ഹാസ് എ ഹൈ ഡീൽ ഓഫ് ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ്. ആ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും ഭാവിയിലെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ വി ക്യാൻ യൂസ് ദ സ്ട്രാറ്റജി. നമ്മുടെ റിലയൻസ് പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് എടുത്തത്. വെച്ചാൽ ലോ പ്രൈസിന് അല്ലെങ്കിൽ ലോ കോസ്റ്റിനായിരുന്നു അവർ ഇൻ്റർനെറ്റ് സർവീസ് കൊടുത്തത്. പക്ഷേ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മളുടെ ഇൻ്റർനെറ്റ് സർവീസിന് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ഫ്യൂച്ചറിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും എന്നറിഞ്ഞിട്ടാണ് അവരന്ന് പെനട്രേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തത്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ. Then the product should have a high cross elasticity in relation to the rival products for the lower initial price to be effective. Low initial price effective ആക്കാൻ വേണ്ടി ക്രോസ് ഇലാസ്റ്റിറ്റി, ഈ പ്രൊഡക്റ്റിനൊക്കെ ക്രോസ് ഇലാസ്റ്റിറ്റി ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ലോ പ്രൈസിന് വാങ്ങാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടി വരും. ഓക്കെ, ദിസ് ഇസ് വൺ. ദെൻ ദ പ്രൊഡക്റ്റ് ബൈ നേച്ചർ ഇസ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി അക്സെപ്റ്റഡ് ആൻഡ് അഡോപ്റ്റഡ് ബൈ ദി കൺസ്യൂമേഴ്സിന് വേഗം അക്സെപ്റ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പെനട്രേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്, RPM എന്ന് പറയും. ഇൻ വിച്ച് ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. എന്ന് വെച്ചാൽ പ്രൈസ് സ്കിമ്മിങ്ങിനും പെനട്രേഷൻ സ്കിമ്മിങ്ങിനും നല്ല ഡിഫറൻസ് ഉള്ളതാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. That is, it is a form of vertical price controlled by the manufacturers through the various stage of discrimination channel whereby they maintain a uniform retail selling price for their branded products. So, ഇത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇത് അസൈൻമെൻ്റ് ആണ്. വാട്ട് ഇസ് മെൻ ബൈ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫോംസ് ആൻഡ് വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഫോംസ് ഇതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. സിമിലർലി വാട്ട് ആർ ദ ഫോംസ് ആൻഡ് ഓൾസോ ദ അഡ്വാൻറ്റേജസ് ഓഫ് RPM. ദിസ് ഇസ് ദ അസൈൻമെൻറ്റ് ഫോർ ദ ഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസിൻ്റെ advantages, disadvantages and their forms. These are the assignments. അത് നിങ്ങൾ എഴുതുക. So we have discussed skimming,
price policy, that is charging high price in the beginning to exploit the favorable demand situation. അതിൻ്റെ റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലർലി പെനട്രേഷൻ പ്രൈസ് പോളിസിയുടെ ഇലാസിറ്റി ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ വാസ് ദ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. യു വോണ്ട് ടു explain the what is the topic and also the forms, its advantage and disadvantages. So for today I have given the last topic as the assignment. With this your module has ended, that third module നമുക്ക് end ചെയ്തിട്ടുണ്ട്. By the next lecture we can start the fourth module. So if you have any doubts regarding the assignments or any of the portions, you can ask. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണലി ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് ടേക്കൺ ടുഡേ. So meet you in the next lecture. Thank you.